എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളെ, ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അതിന് എന്തോ ലോക്കൽ VIP യൂട്യൂബറിനോട് എനിക്ക് പറയാനുള്ളതേ, എനിക്ക് എൻ്റെ ഒരു ഇതിൽ നിങ്ങളാണ് ലോക്കൽ, മനസ്സിലായില്ലേ? നിങ്ങൾ തരംകെട്ട ലോക്കലാണ് എൻ്റെ മുന്നിൽ നിങ്ങളൊന്നുമല്ല. നിങ്ങളൊക്കെ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? ഒരു ഭർത്താവിന് ചെറിയൊരു സ്ട്രോക്ക് കൊണ്ട് മാത്രം പൊരുതിയ സ്ത്രീയല്ല ഞാൻ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൂ. അതുപോലെ തന്നെ ന്യായത്തിനെ കൂട്ടുനിൽക്കൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എവിടെയാണ് ശപിച്ചത്? നിങ്ങൾ ചെയ്യുന്ന പ്രതിഫലം അനുഭവിക്കാൻ പോകുന്ന കർമ്മം നിങ്ങളെ മക്കളായിരിക്കും എന്നാണ് പറഞ്ഞത്. മുസ്ലിമിൽ ഒരിക്കലും അങ്ങനെ ശാപമില്ല, അങ്ങനെ ആരും ശപിക്കാറുമില്ല. വന്നങ്ങ് മുടന്തഞ്ഞായ അടിച്ചുകൊണ്ടങ്ങ് ഒരുപാട് പെണ്ണും പിള്ളേന്ന് വിളിക്കാൻ നിങ്ങളെക്കാൾ ഒരുപാട് ഇളയതാണ് ഞാൻ. കേട്ടോ എൻ്റെ തള്ളേന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ഉമ്മാടെ അനിയത്തിയുടെ പ്രായം വരും നിങ്ങൾക്ക്, കേട്ടോ? അതുകൊണ്ടൊരു ബഹുമാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ഭർത്താവിനെ മാനക്കേടാക്കാതെ മാന്യമായിട്ട് നിങ്ങളെ പ്രായത്തെ ബഹുമാനിച്ച്, മക്കൾ 6 കുഞ്ഞുങ്ങളാവും, ബഹുമാനിച്ച് അവരെയൊക്കെ സ്കൂളുകളിൽ ഇത് കാണുന്നതല്ലേ പെണ്ണുമ്പിളെ? നിങ്ങളെപ്പോലെ തന്നെയല്ലേ ആ കുഞ്ഞും. അതുകൊണ്ട് കേട്ടപ്പോൾ മനോവേദന തോന്നിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളിത് വിചാരിക്കേണ്ട, നിങ്ങൾ നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവം ഒരുപാട് അകലത്തിലല്ല നിങ്ങളുടെ പോക്ക്, കേട്ടോ? തെറ്റ് ചെയ്യുന്നതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചിരിക്കും. ഒരാളെക്കുറിച്ച് നിരന്തരം നിങ്ങൾ ചൂഷണം ചെയ്യുക. നിരന്തരം അവർ നിങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താ അവരെ വീട്ടിൽ കറി വെക്കുന്നതും ചോറ് വയ്ക്കുന്നതും, അതുപോലെ തന്നെ അവർ ആരോ കൂടെ പോകുന്നത്. നീ കൂടെ പോയിരിക്കാൻ നോക്കാൻ തോന്നുമ്പോളേ അവിടെ നിന്ന് നിങ്ങൾ ക്യാമറ വയ്ക്കാന്ത്? നിങ്ങൾ എന്നെ പേടിപ്പിക്കാനൊന്നുമില്ല, ഒരു പേടിയില്ല. ഇവിടെ നിയമപാലകരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന്, നിങ്ങളെ ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് നിരന്തരം നിങ്ങളിങ്ങനെ അങ്ങ് ചെയ്തു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഏത് ചാനലായാലും ഞാൻ എങ്ങനെ അടുത്ത ചാനലുമായിട്ട് വരും, അടുത്ത ചാനലുമായിട്ട് വരുമായിരിക്കും. പക്ഷേ അവിടെ വരാമ്പോഴൊരു കാര്യമുണ്ട്, മനസ്സിലായില്ലേ? അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ മക്കൾക്ക് നാണക്കേടില്ലാത്തതും ഭർത്താവിന് നാണക്കേടില്ലാത്തതും നിനക്കൊക്കെ എന്തോന്ന് മാനക്കേടാ? കോലം കാണിച്ച് ജീവിക്കാൻ നിനക്ക് നിന്നെയൊക്കെ എന്തോ പറയാനാടി? നിന്നെക്കുറിച്ച് ഞാൻ വിറ്റ കേസാ, പിന്നെ പറഞ്ഞതാ. ആ കൊച്ചിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ സ്കൂളിൽ ഞാൻ പോകുന്നുണ്ട്, ആ അധികൃതരോട് പോയി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ അവിടെ നിന്ന് എന്തുകൊണ്ട് പറഞ്ഞയച്ചു, ഇത് സത്യമാണോ? അത് ഞാൻ പോകുന്നുണ്ട്, അത് ഞാൻ പോയി കണ്ടുപിടിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞിന് എത്ര വാപ്പാമാരുടെയൊക്കെ നിങ്ങൾ നല്ല ശരിയാണോ നിങ്ങളെ ഞാൻ പറയിപ്പിച്ചു തരാം. ആ പെണ്ണുമ്പിള്ള വെറുതെ വീഡിയോ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവരുത് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളെപ്പോലുള്ള സ്ത്രീകളിൽ നിന്നും, ഒറ്റ കുഞ്ഞുങ്ങൾക്കും. സമൂഹത്തിൽ വളരേണ്ട മക്കളാണത്. അവരൊക്കെ വളർന്നു വരുമ്പോൾ ഇതെന്ന് ഈ വീഡിയോ കാണും. നിങ്ങളെയൊക്കെ പോലെ സ്ത്രീകളെ കരുതിയേ ആൾക്കാരുടെ ജീവിതം നശിക്കാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങളെല്ലാം അങ്ങ് ഏന്തി വലിഞ്ഞു പോവാന്ന്. നിയമമുണ്ട്, അതിന് നടപടിയെടുക്കുന്നവരുണ്ട്. പിന്നെ എന്നെ പറഞ്ഞാൽ എനിക്കറിയാൻ ചോദിക്കുക, ഈ 3-4 വേർഡ് എന്നെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നില്ലേ? നിങ്ങൾക്കറിയില്ല ആക്റ്റുകൾ എന്താണെന്ന്. ഞാൻ പറയുന്നില്ല, കേട്ടോ? പിന്നെ ഞാനങ്ങ് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ജീവിച്ചോ, മര്യാദയ്ക്ക്. ഞാൻ ചെയ്യും, എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം. അതിലെല്ലാം വന്നാൽ ഇനിയും ഞാൻ ചെയ്യും, പറക്കിയിട്ട് ചെയ്യും. വേറെ കുറേ കാര്യങ്ങളും കൂടി കയറ്റിയിട്ട് കേൾക്കണോ? പിന്നെ വന്ന് കരയരുത്. ആ രീതിയിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യും. ഇനി ഒന്ന് പറഞ്ഞതിനാണ് അവരെ ഇത്രയും നിങ്ങൾ പിടിക്കുന്നെങ്കിൽ എനിക്കൊരു ഭയവും ഇല്ല പൊതുസമൂഹത്തിൽ. നിങ്ങളല്ല ഞാൻ, നിങ്ങളൊക്കെ തീ കുരുത്തവളാണ്, കേട്ടോ? അതാദ്യം മനസ്സിലാക്കിക്കോ എൻ്റെ പൊന്ന് തിരുവനന്തപുരത്തെ യൂട്യൂബറെ.